സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ മാർക്കറ്റ് ടാർഗറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റിംഗ് ഫേംസിന് മാർക്കറ്റ് ടാർഗറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് നമുക്കറിയാം, സെഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഡീപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ടതിന് ശേഷമാണ് നമ്മൾ ബെസ്റ്റ് ടാർഗറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ടാർഗറ്റിംഗ് ബെനിഫിറ്റ്സ്, ഫേംസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഏതൊക്കെയാണ് ത്രൂ മാർക്കറ്റ് ടാർഗറ്റിംഗ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, first one, it helps the firms to conduct a detailed analysis of different market segment and to select the best. So a detailed analysis is made possible through this targeting process. That is, we are studying each and every segments and we select the best segment. Then next, to make a comparative study of ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്. ഇനി നമ്മൾ ഡീപ്പറായിട്ട് ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടു ഡിറ്റർമിൻ വെയർ ആൻഡ് ഹൗ ടു മാർക്കറ്റ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്. സോ അതിൻ്റെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, സർവീസ് സ്ട്രാറ്റജി, ഇതെല്ലാം പ്രോപ്പർലി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ടു ഡിസൈഡ് ദി നേച്ചർ ആൻഡ് കോഴ്സ് ഓഫ് ഇറ്റ്സ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. സോ അഗെയിൻ ഏതൊക്കെ ടൈപ്പ് സ്ട്രാറ്റജീസാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് മിക്സസ് എങ്ങനെയൊക്കെ വേണം, അതിൻ്റെ നേച്ചർ, കോഴ്സ്, ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഈ പ്രോസസ്സിലൂടെയാണ്. Then next, it helps a firm to properly allocate and utilize the marketing resources. So മെറ്റീരിയൽ റിസോഴ്സിനെ പ്രോപ്പർലി അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. സോ ദിസ് ആർ ദ സം ബെനിഫിറ്റ്സ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിംഗ് പ്രോസസ്. സോ STP പ്രോസസ്സിൽ മിഡിലായിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, നമ്മൾക്ക് മാർക്കറ്റ് ടാർഗറ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു 2 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ അതിൽ പ്രോസസ്സിൽ മെൻഷൻ ചെയ്യുന്നത്. ആ പ്രോസസ്സിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ആണ്. So first step എന്ന് പറയുന്നത് that is evaluation of the market segment. So we are evaluating the market segment. That is while evaluating the market segments, we select major factors which are considered during evaluation are economic feasibility of the particular segment, that is the profitability. എത്രയൊക്കെ ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾക്ക് അതിന് എക്കണോമിക് ഫീസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഫേമിന് എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ്, സൈസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ സെഗ്മെൻറ്റ്സ്. അപ്പോൾ സൈസ് ഓഫ് ദ സെഗ്മെൻറ്റ്, ദെൻ സ്ട്രക്ചർ ഓഫ് ദ സെഗ്മെൻറ്റ്. ഇതിൽ ആദ്യം പ്രോഫിറ്റബിലിറ്റി നോക്കാം. പ്രോഫിറ്റ് മീൻസ് എബിലിറ്റി ഓഫ് ദ മാർക്കറ്റ് സെഗ്മെൻറ്റ് ടു ജനറേറ്റ് ഫിനാൻഷ്യൽ റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദ ഫേം. സോ ഫിനാൻഷ്യൽ റിട്ടേൺ എത്രയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ആ പ്രോഫിറ്റബിലിറ്റി കൊണ്ട്, എക്കണോമിക് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു സൈസ് മീൻസ് ദ വോളിയൂം ഓഫ് സെയിൽസ് ആൻഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. സോ വോളിയൂം ഓഫ് സെയിൽസ്, അതുപോലെ തന്നെ ഫേമിൻ്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, എക്സ്പാൻഷൻ ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next structure refers to the different components of a segment such as competitors, substitutes, buyers and sellers. ഇതെല്ലാമാണ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരും, നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, ദെൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് കാറ്റഗറിയിൽ ആരൊക്കെ വരും എന്നുള്ളതൊക്കെയാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന ഫാക്റ്റിൽ വന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ 3 ഘടകങ്ങളായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പല സെഗ്മെൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡീപ്പ് അനാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ സെഗ്മെൻറ്റിൻ്റെയും ഈ പറയുന്ന 3 ഫാക്ടേഴ്സും ഡീപ്പറായി ആയിരിക്കും അനലൈസ് ചെയ്യുന്നതും. അനലൈസ് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്ത് ബെസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. സോ ഒരു ഐഡിയൽ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മാക്സിമം പ്രോഫിറ്റബിലിറ്റി, അതുപോലെ തന്നെ ഫേമിന് നമ്മൾ ഈ പറയുന്ന മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഫേമിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെ സെയിൽസ് വോളിയവും മിനിമം കോമ്പറ്റീഷനും ഒക്കെ ആയിരിക്കും. സെയിൽസ് വോളിയവും ഫിനാൻഷ്യൽ റിട്ടേണും മാക്സിമം ആയിരിക്കും. അതേസമയം കോമ്പറ്റീറ്റേഴ്സ് കുറവുള്ളത്, മിനിമം കോമ്പറ്റീഷൻ ഉള്ള ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ സെഗ്മെൻ്റ് ആയിരിക്കും ഏറ്റവും ഐഡിയൽ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മാർക്കറ്റ് ടാർഗറ്റിംഗ് പ്രോസസ്സിൽ വരുന്ന സെലക്ഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഡീപ്പർ അനാലിസിസ്, ഒന്നോ അതിലധികമോ സെഗ്മെൻറ്റ്സിനെ ഡീപ്ലി അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് കമ്പയർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മാർക്കറ്റ് ടാർഗറ്റിനെ അല്ലെങ്കിൽ ടാർഗറ്റ്സിനെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ ഗ്രൂപ്പ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആകെ 2 സ്റ്റെപ്പേ ഉള്ളൂ മാർക്കറ്റ് ടാർഗറ്റിങ്ങിന്. evaluation of the market segments, second selection of the segment.
ദറ്റ് ഈസ് ഹിയർ ദ ഫേം സെലക്ട് വൺ ഓർ മോർ ഐഡിയൽ സെഗ്മെൻറ്റ്. ഒന്നോ അതിലധികമോ ഐഡിയൽ സെഗ്മെൻറ്റ്സിനെ ഫേം സെലക്ട് ചെയ്യുന്നു ആഫ്റ്റർ ഇവാലുവേഷൻ ആൻഡ് ഇറ്റ് ക്ലിയർലി ഡിഫൈൻസ് ദ ടാർഗറ്റ് മാർക്കറ്റ്സ് ആൻഡ് ഫോർമുലേറ്റ് അപ്രോപ്രിയേറ്റ് ടാർഗറ്റ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. അപ്പോൾ ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും, അതല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടുള്ള 1-2 സെഗ്മെൻറ്റ്സ് ആയിരിക്കും ഒരു ഫേം അതിൻ്റെ അണ്ടറിൽ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം ആ ടാർഗറ്റ് മാർക്കറ്റ് എന്താണ്, ഏത് കസ്റ്റമർ ഗ്രൂപ്പാണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളും അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മിക്സിൻ്റെ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, മിക്സ് ഫാക്ടേഴ്സിൻ്റെ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രോപ്പർലി അല്ലെങ്കിൽ ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് വിൽ ഫോർമുലേറ്റ് ആൻ അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ഫോർ ദ പർട്ടിക്കുലർ ടാർഗറ്റ്. സോ അതിന് വേണ്ടിയുള്ള അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജിയും ഫോർമുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ 2 സ്റ്റെപ്സാണ് ഈ ഒരു മാർക്കറ്റ് ടാർഗറ്റിംഗ് പ്രോസസ്സിൽ വരുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ അപ്രോച്ചസ് ഓഫ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്ന പോർഷനാണ്. ദാറ്റ് ഈസ് അതിലൊന്നാമത്തത് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. ഇനി നമ്മൾ വേറെ 2 പേര് പറയുന്നത് ദാറ്റ് ഈസ് മാസ് ഓർ സീറോ മാർക്കറ്റിംഗ്. മാസ് മാർക്കറ്റിംഗ് എന്നും പറയും, സീറോ മാർക്കറ്റിംഗ് എന്നും പറയും. അതായത് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഫേം ഡിസൈഡ് ടു ഫോക്കസ് എ എൻ്റയർ കസ്റ്റമർ വിത്ത് വൺ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. മാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ, അതല്ലെങ്കിൽ അൺഡിഫറൻഷിയേറ്റഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റാണ് അവിടെ ഫേം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ആ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിനെ തരംതിരിക്കാതെ, ഏജ് വൈസോ അല്ലെങ്കിൽ സെക്സ് വൈസോ ഒന്നും തരംതിരിക്കാതെ എൻ്റയർ കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. So the objective is to cover large number of buyers with the same product. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഡിഫറൻഷിയേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സെഗ്മെൻറ്റ്സിൽ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇപ്പോൾ ഏജിൻ്റെ ബേസിലോ അതല്ലെങ്കിൽ സെക്സിൻ്റെ ബേസിലോ ഒക്കെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ടാകും. സോ ആ ഓരോ സെഗ്മെൻറ്റിനും നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. So firm targets several segments and develop distinct products with separate marketing strategy. അപ്പോൾ ഒരു പല സെഗ്മെൻറ്റ്സ് ഉണ്ടാവും, ഓരോ സെഗ്മെൻറ്റിനും ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അത് സിമിലർ ആവില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജീസും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, എയർലൈൻ കമ്പനി ഓഫറിംഗ് ബിസിനസ് ക്ലാസ് ആൻഡ് എക്കണോമിക് ക്ലാസ് ടിക്കറ്റ്സ് വിത്ത് സെപ്പറേറ്റ് സ്ട്രാറ്റജീസ് ടു അട്രാക്ട് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്. നമുക്കറിയാം ബിസിനസ് ക്ലാസ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സൊന്നും അല്ല നമ്മളുടെ എക്കോണമി ക്ലാസ് ടിക്കറ്റ്സിന് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്കറിയാം ഹയർ ആയിരിക്കും. സോ അപ്പോൾ ഓരോന്നും ഓരോ സെഗ്മെൻറ്റാണ്. ബിസിനസ് ക്ലാസ് പീപ്പിളിന് ഒരു സെഗ്മെൻറ്റും എക്കോണമി ക്ലാസ് പീപ്പിൾ ഒരു സെഗ്മെൻറ്റും ആയിരിക്കും. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജീസും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഓരോ പ്രൊഡക്റ്റ് അനുസരിച്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഓരോ സെഗ്മെൻറ്റും ഓരോ സ്ട്രാറ്റജീസ് ആയിരിക്കും, ഓരോ പ്രൊഡക്റ്റും ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻഷിയേറ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കൊക്കക്കോളയുടെ ഒരു ഡ്രിങ്കിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ഏജ് വൈസോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഡിഫറൻസിയേഷനും ഇല്ലാതെ എല്ലാവരിലേക്കും അവർ ഓഫർ ചെയ്യുന്ന ഇനീഷ്യൽ പ്രൊഡക്റ്റ്, അതായത് അവർ കമ്പനി തുടങ്ങിയ സമയത്ത് കൊക്കക്കോള വാസ് ഓഫേർഡ് ടു ഓൾ ദ കസ്റ്റമേഴ്സ് വിതൗട്ട് എനി ഡിഫറൻസ്. അപ്പോൾ അത് ആണ് അവിടെ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ വായിച്ചു നോക്കുക. ഇനി തേർഡ് പറയുന്നത് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് അതിനെ പറയുന്നത്. സോ ദാറ്റ് ഈസ് ദിസ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് this type of market targeting concentrates on one particular segment. It is also called nag marketing